ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 63-ാമത്തെ ശ്ലോകം നോക്കാം. അടുത്ത 2 ശ്ലോകങ്ങളിൽ 63-ഉം 64-ഉം ശ്ലോകങ്ങളിലായിട്ട് ശ്രീ നാരദ മഹർഷിയുടെ ഈ സാന്ത്വന വാക്കുകളൊപ്പം എന്താണ് തൻ്റെ പുത്രന്മാരുടെ ദുഃഖം എന്ന് നാരദ മഹർഷിയിൽ നിന്നും മനസ്സിലാക്കിയ ഭക്തിദേവി നാരദ മഹർഷിയോട് ഇനിയും തിരിച്ച് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് 63-ഉം 64-ഉം ശ്ലോകങ്ങൾ. ഇവിടെ കഴിഞ്ഞ ഏതാനും ശ്ലോകങ്ങളിലായിട്ട് കലിയുടെ തുടക്കം, ഇവിടെ ഈ ഒരു യുഗം അല്ലെങ്കിൽ കലിയുഗം ആരംഭിച്ചത് കൊണ്ടാണ് അങ്ങയുടെ പുത്രന്മാർക്ക് തൻ്റെ പുത്രന്മാർക്ക് ഈ ഒരു ദുഃഖം ഉണ്ടായത് അല്ലെങ്കിൽ ജരാനരകൾ ബാധിച്ചത് എന്ന് ഒരു ഏകദേശ ധാരണ ഭക്തിദേവിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ അതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇനിയുള്ള 3 ചോദ്യങ്ങൾ ഭക്തിദേവി ശ്രീ നാരദ മഹർഷിയോട് ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ 2 ചോദ്യങ്ങളാണ് വരുന്നത്. നമുക്ക് 63-ാമത്തെ ശ്ലോകം നോക്കാം. ഭക്തിരുവാച കഥം പരീക്ഷിതാ രാജ്ഞാ സ്ഥാപിതോ ഹ്യശുചിഃ കലിഃ പ്രവൃത്തേ തു കലൗ സർവസാരഃ കുത്ര ഗതോ മഹാൻ. ഇനി നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഭക്തിരുവാച, ഭക്തി ഉവാച എന്നാൽ പറഞ്ഞു, ഭക്തിദേവി പറഞ്ഞു, നാരദ മഹർഷിയോട് പറയുകയാണ്. കഥം പരീക്ഷിതാരാജ്ഞ, കഥം എന്നാൽ എങ്ങനെ, പരീക്ഷിത പരീക്ഷിത്ത് മഹാരാജാവ്, രാജ്ഞ എന്നാൽ മഹാരാജാവിനാൽ, സ്ഥാപിത എന്നാൽ സ്ഥാപിക്കപ്പെടുക അഥവാ അവിടെ നിലനിർത്തപ്പെട്ടത്. ഹ്യശുചിഹി, ഹി അശുചിഹി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഹ്യശുചിഹി. ഹി എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു, ഒരു ഉറപ്പിച്ച് പറയുന്നതിനെയാണ് നമ്മൾ പലപ്പോഴും ഹി കൊണ്ട് ഇവിടെ നമുക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. അശുചിഹി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഹി അശുചിഹി എന്ന് പറഞ്ഞാൽ തീർത്തും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം. എങ്ങനെ? അശുചിഹി എന്ന് പറഞ്ഞാൽ മലിന സ്വരൂപനാണ്, ശുചിയില്ലാത്തത് എന്ന് പറഞ്ഞാൽ തീർത്തും ദോഷകരമായിട്ടുള്ള കലിഹി, ഈ കലി. പ്രവൃത്തേ എന്നാൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, അപ്പോൾ ഭക്തിദേവി നേരിട്ട് കണ്ടറിഞ്ഞ കലിയുടെ ദോഷത്തിൽ ഒന്നാണ് തൻ്റെ പുത്രന്മാരായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവും ക്ഷീണിതരായി മാറിയത്. അപ്പോൾ അങ്ങനെ ഈ കലിയുടെ തീർത്തും ദോഷകരമായിട്ടുള്ള ഈ കലി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, തു എന്നാൽ ആകട്ടെ, കലൗ എന്നാൽ ഈ കലി, സർവസാര എല്ലാ, സാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സാരത്തെ, സാരാംശത്തെ അഥവാ ആ ഒരു ആത്മീയമായ മാർഗങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ആ ആത്മീയമായ മാർഗം എന്ന് പറയുന്നത് ഈ ഭക്തിയിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ ഭക്തിയിലൂടെ നേടേണ്ടത് തന്നെ ജ്ഞാനവും വൈരാഗ്യവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ കുത്ര എന്നാൽ എവിടെ, ഗതോ എന്ന് പറഞ്ഞാൽ ഗതഹ പോയി, എവിടെ പോയി, മഹാൻ എന്ന് പറഞ്ഞാൽ മഹത്തായ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം തീർത്തും ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ തീർത്തും മലിനമായിട്ടുള്ള ഈ കലി, അപ്പോൾ അവിടെ ഹി പറയുമ്പോൾ അത് ഉറപ്പാണ്, തീർത്തും ദോഷകരമായിട്ടുള്ളതാണ്, ഈ കലിക്ക് ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ കലിയെ എങ്ങനെയാണ്, കഥം സ്ഥാപിത, എങ്ങനെയാണ് ഈ പരീക്ഷിത് മഹാരാജാവിനാൽ ഇവിടെ നിലനിർത്തപ്പെട്ടത്? കാരണം ഇത് ദോഷം ചെയ്യുന്നതാണെന്നറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് അന്നേ നിർമാർജനം ചെയ്തില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അടുത്തത് പറയാണ്, അങ്ങനെയുള്ള കലി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആത്മീയമായ എല്ലാ വസ്തുക്കളുടെയും സാരാംശം അഥവാ ആത്മീയമായ ഈ മാർഗങ്ങളുടെയൊക്കെ ആ ഒരു സത്ത് അതൊക്കെ എവിടെ പോയി? അപ്പോൾ ഈ കലി മനുഷ്യ മനസ്സുകളിൽ, ആളുകളുടെ മനസ്സുകളിൽ
ദോഷമായ അല്ലെങ്കിൽ അരുതാത്ത ചിന്തകൾ മാത്രം ജനിപ്പിക്കുന്ന ഈ കലി ഇവിടെ വളരാൻ തുടങ്ങിയപ്പോൾ ആളുകളൊക്കെയും പാപനിരതരായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പാപത്തിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്ന ഈ കലി ഇങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ തീർത്തും പാപമുക്തനായിട്ടുള്ള അഥവാ പാപചിന്തകളിൽ നിന്നും മുക്തനായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് നമുക്ക് അവസാനം ഈ ഒരു പാപം ചെയ്തതായി പറയാവുന്നത് തന്നെ ആ പാമ്പിനെ എടുത്ത് മുനിയുടെ കഴുത്തിലിട്ടു എന്നുള്ള അത് മാറ്റി നിർത്തി നോക്കിയാൽ ധർമ്മത്തിനു വേണ്ടി തൻ്റെ രാജ്യത്ത് ധർമ്മം നിലനിർത്താൻ വേണ്ടി വർത്തിച്ചിരുന്ന പരീക്ഷിത്ത് മഹാരാജാവ് എങ്ങനെയാണ് ഈ കലിയെ ഇവിടെ നിലനിർത്താൻ തുനിഞ്ഞത്, അല്ലെങ്കിൽ അതിന് സമ്മതം കൊടുത്തത് എന്തുകൊണ്ടാണ്? പിന്നെ അങ്ങനെയുള്ള ആ കലി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സർവ വസ്തുക്കളുടെയും സാരമായിട്ടുള്ള ആ മഹത്തായ ആത്മീയ മാർഗങ്ങളുടെയൊക്കെ സാരം അതൊക്കെ എവിടെ പോയി? അത് ചോദിക്കാൻ കാരണം തന്നെ തൻ്റെ മക്കൾക്ക് വന്ന ഈ ഒരു ഗതി, ഈ ഒരു ദുർഗതി ഈ കലിയുടെ പ്രവേശം കൊണ്ടാണ് എന്ന് ശ്രീ നാരദ മഹർഷിയിൽ നിന്ന് വ്യക്തമായി ഭക്തിദേവി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാരം എവിടെ പോയി? വെറുതെ ഭക്തി എന്നത് പുറമേ കാണിക്കുന്ന, ആചാര്യന്മാർ പറയാറുണ്ട്, അമ്പലത്തിൽ പോയി നിത്യവും തൊഴുന്നതോ കുറിയിടുന്നതോ അല്ല ഭക്തി. ഭഗവാൻ എന്ന സത്യത്തിൻ്റെ സാരാംശത്തെ അറിയുകയാണ്. ആ തത്വം തൻ്റെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ആ ആത്മചൈതന്യത്തിലേക്ക് നമ്മുടെ അകക്കണ്ണ് തുറപ്പിക്കാനുള്ളതാണ് ഭക്തി. അതിലേക്ക് നയിക്കണമെങ്കിൽ, ആ അകക്കണ്ണ് തുറക്കണമെങ്കിൽ അതിന് ജ്ഞാനവും വൈരാഗ്യവും കൂടിയേ കഴിയൂ. ശരിയായ അറിവ് ഗ്രഹിക്കുന്നതോടൊപ്പം ആ അറിവ്, അതാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. ആത്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹബോധമൊക്കെ നമ്മളിൽ നിന്ന് പതിയെ വിട്ടുപോകും. അങ്ങനെ വരുമ്പോൾ താനെന്നും തൻ്റെ ചുറ്റിനുമുള്ള അപരമായ മറ്റൊരു വസ്തുവെന്നുമുള്ള ചിന്ത ഇല്ലാതെയാവുമ്പോൾ വൈരാഗ്യത്തിന് പ്രസക്തിയേറും. കാരണം ഈ വൈരാഗ്യം എന്ന് പറയുന്നത് തന്നെ തൻ്റെ ചുറ്റിനുമുള്ളതിനോടുള്ള ഒരു അറ്റാച്ച്മെൻ്റാണ്, ഒരു മമതാബന്ധമാണ്. ആ മമതാബന്ധം ഇല്ലാതെയാകുന്ന അവസ്ഥ, അതാണ് വൈരാഗ്യം. അതില്ലാതെയാവണമെങ്കിൽ തനിക്ക് ചുറ്റിനും താനല്ലാതെ മറ്റൊന്നില്ല എന്ന് തിരിച്ചറിയണം. അഥവാ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ചൈതന്യമാണെന്നും ആ ചൈതന്യം, ആ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് നിർമ്മിച്ച മായാപ്രപഞ്ചത്തിലെ മായകളാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോന്നും വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും കാണുന്നതായി നമുക്ക് തോന്നുന്നത് ആ ഭഗവാന്റെ മായ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉള്ളതൊന്നു മാത്രമാണെന്ന് ഉറപ്പിക്കാനാവും മനസ്സിൽ. അപ്പോൾ പിന്നെ മമതാബന്ധത്തിന് സ്ഥാനമില്ല. അവിടെയാണ് വൈരാഗ്യം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനാവുന്ന. കാരണം തന്നിൽ നിന്ന് ഭിന്നമായ ഒന്നില്ലാതെയാവുമ്പോൾ താൻ തന്നെ ആ പരമമായ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു ചെറിയൊരു അംശം മാത്രമാണ്. അഥവാ താൻ അതിൽ നിന്നും ഭിന്നമല്ല എന്നറിയുമ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒന്നേ മാത്രമായ ആ ഭഗവാനാണെന്ന് അറിയാൻ കഴിയും. അപ്പോൾ ശരിയായ ആത്മജ്ഞാനത്തിലൂടെ വൈരാഗ്യം എന്ന അവസ്ഥയെ പ്രാപിക്കുകയാണ് ഭക്തിയുടെ ലക്ഷ്യം. അപ്പോൾ അത് ഇവിടെ ഇല്ലാതെയാവുന്നത് ഈ കലിയുഗത്തിൽ കലിയുടെ പ്രവേശം കൊണ്ടാണ്. അങ്ങനെയുള്ള കലിയെ എന്തുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് ആദ്യം തന്നെ വധിക്കാതെ ഇരുന്നത്? ആ കലി ബാധിച്ചപ്പോൾ അതുവരെ മനുഷ്യ മനസ്സിലുണ്ടായിരുന്ന ഈ വിചാരങ്ങൾ, ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ സിദ്ധിക്കാനുള്ള ആ ഒരു ത്വര എങ്ങനെയാണ്, ആ ഒരു സാരം, ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു തത്വസാരം എങ്ങനെയാണ് ഇല്ലാതെയായത്? ഇങ്ങനെ 2 ചോദ്യങ്ങൾ, കഴിഞ്ഞില്ല ഒരു ചോദ്യവും കൂടിയുണ്ട് അടുത്ത ശ്ലോകത്തിൽ. ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ഭക്തിദേവി ശ്രീ നാരദ മഹർഷിയോട് ചോദിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഭക്തിരുവാച
കഥം പരീക്ഷിതാരാജ്ഞാ സ്ഥാപിതോ ഹ്യശുചിഃ കലിഃ പ്രവൃത്തേതു കലൗ സർവസാരഃ കുത്ര ഗതോ മഹാൻ. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ 3 വിസർഗമുണ്ട്. ഹ്യശുചിഃ കലിഃ സർവസാരഃ. ഇത് 3 കഴിയുന്നതും പകുതി ഹകാരത്തിൽ തന്നെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് ഹ്യശുചി, അവിടെ ഹ്യ എന്നുള്ളതിന് അകാരം കൊടുത്ത് വായിക്കുക. അശുചിയാണ്, ഹി അശുചിയാണ്. അപ്പോൾ ഹ്യശുചി. പിന്നെ ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. കലി, സർവസാര, അവിടെയൊക്കെ ആ വിസർഗത്തിൻ്റെ ഒന്ന് എടുത്തു പറഞ്ഞാൽ മതിയാവും. ബാക്കിയൊക്കെ എളുപ്പമുള്ളതാണ്. ഹരേ കൃഷ്ണ.